എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കറുത്ത വാവാണ്. ഈ ഒരു കാര്യം ചെയ്താൽ നിങ്ങളുടെ ജീവിതം മാറും, ഉറപ്പാണ്. ഈ ഒരു ദിവസം യൂണിവേഴ്സ് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ദിവസമാണ്. പക്ഷേ ഒരു സത്യം പറയട്ടെ, 90% ആളുകളും ഈ ഒരു ദിവസം ഒരു വലിയ തെറ്റ് ചെയ്യുന്നു. അതിനാലാണ് അവരുടെ ജീവിതത്തിൽ മാറ്റം വരാത്തത്. മണി വരില്ല, നമ്മുടെ നല്ല ബന്ധങ്ങൾ ഇംപ്രൂവ് ആകുന്നില്ല, അതുപോലെ മനസ്സമാധാനം ലഭിക്കുന്നില്ല. പക്ഷേ ഈ വീഡിയോ അവസാനം വരെ കണ്ടാൽ നിങ്ങൾക്ക് ഒരു സിമ്പിൾ ടെക്നിക്ക് ഞാൻ പറയും. അത് ചെയ്താൽ നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ ജീവിതം പൂർണ്ണമായും മാറും, ഉറപ്പാണ്. എല്ലാവരും ശ്രദ്ധയോടെ ക്ഷമയോടെ ഈ വീഡിയോ മുഴുവനായി കാണുക. റെഡിയാണോ നിങ്ങൾ? റെഡിയാണെങ്കിൽ ഐ ആം റെഡി എന്ന് ടൈപ്പ് ചെയ്യൂ. ഒന്നാമത്തെ കാര്യം പാർട്ട് 1 ആണ്. കറുത്ത വാവിൻ്റെ ശക്തിയെക്കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. കറുത്ത വാവ് ഇതൊരു സാധാരണ അമാവാസിയല്ല, ഇതൊരു എനർജി പോർട്ടലാണ്. ഈ ദിവസം നമ്മുടെ മനസ്സും നമ്മുടെ യൂണിവേഴ്സും വളരെ ഡീപ്ലി ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമോ? ചന്ദ്രനില്ലാത്ത ദിവസം പുറത്തെ ലൈറ്റ് കുറയും, അകത്തെ എനർജി ആക്ടിവേറ്റ് ആകും. അതുകൊണ്ട് ഇത് റിലീസ് ചെയ്യാനും റിസീവ് ചെയ്യാനും ബെസ്റ്റ് ഡേ ആണ്. പാർട്ട് 2 ഞാൻ പറയുന്നത് പിതൃ അനുഗ്രഹത്തിൻ്റെ രഹസ്യമാണ്. നമ്മുടെ ലൈഫിൽ പ്രോബ്ലംസ് വരുന്നത് പലപ്പോഴും നമ്മുടെ പാസ്റ്റ് എനർജി കൊണ്ടാണ്. നമ്മുടെ പഴയ കാലങ്ങളിൽ ഉള്ള ആ ഒരു നെഗറ്റീവ് എനർജി കൊണ്ടാണ് നമുക്ക് കൂടുതലും പ്രോബ്ലംസ് വരുന്നത്. അത് മാത്രമല്ല, നമ്മുടെ ആൻസ്റ്റേഴ്സിൻ്റെ എനർജിയും ഇൻഫ്ലുവൻസ് ചെയ്യും. ആൻസ്റ്റേഴ്സ് നമ്മുടെ പിതൃക്കന്മാരുടെ എനർജിയും അതിനകത്ത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവരുടെ ബ്ലെസ്സിങ്സ് ഉണ്ടെങ്കിൽ നമ്മൾ എളുപ്പത്തിൽ വളരും. പക്ഷേ അൺറിസോൾവ്ഡ് ഇമോഷൻസ് ഉണ്ടെങ്കിൽ ബ്ലോക്ക് ഉണ്ടാകും. അതുകൊണ്ടാണ് കറുത്ത വാവ് ദിവസം പിതൃക്കൾ നന്ദി പറയുന്നത്. വളരെ പവർഫുള്ളായ കാര്യമാണ്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ ഇന്ന് ചെയ്യേണ്ടത്? കറുത്ത വാവ് ദിവസം നമ്മുടെ പിതൃക്കൾക്ക്, നമുക്ക് മരിച്ചുപോയ നമ്മുടെ ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദേഴ്സ്, അങ്ങനെയുള്ള പിതൃക്കൾ നമുക്ക് നന്ദി പറയുന്നത് വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ഇപ്പോൾ നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഇപ്പോൾ മോസ്റ്റ് പീപ്പിൾ എന്താണ് ചെയ്യുന്നത്? ഈ ദിവസം ഇഗ്നോർ ചെയ്യും, അല്ലെങ്കിൽ ഒന്നും ചെയ്യാതിരിക്കും. പക്ഷേ ബിഗ് മിസ്റ്റേക്ക്, അതായത് നമ്മൾ ചെയ്യുന്ന തെറ്റ് എന്താണെന്ന് വെച്ചാൽ ഫൊർഗീവ് ചെയ്യാത്തത്. നമ്മുടെ ഉള്ളിൽ പഴയ പെയിന്, പഴയ ദേഷ്യങ്ങൾ, പഴയ പകകൾ, പഴയ കുറ്റബോധം, നഷ്ടബോധം, ഇവയൊക്കെ ഉണ്ടാവും ഇല്ലേ? ഇവയൊക്കെ നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ അതെല്ലാം പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. യൂണിവേഴ്സ് നമ്മൾക്ക് എത്ര എനർജി തന്നാലും അത് ഫ്ലോ ആകില്ല. നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ ആ ഒരു ഒഴുക്ക് ഉണ്ടാവില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഉള്ളിൽ പഴയ ചിന്തകളെ എല്ലാം, നമ്മൾ പഴയ ആ ഒരു വിഷമങ്ങളെയൊക്കെ നമ്മൾ മുറുകെ പിടിച്ച് നമ്മുടെ മനസ്സിൽ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത്? റിലീസ് ചെയ്യുക. നമ്മുടെ മനസ്സിലെ ആ ഒരു വിഷമങ്ങളെയും ദുഃഖങ്ങളെയും പ്രയാസങ്ങളെയും എല്ലാം പുറത്തേക്ക് കളയുക. കംപ്ലീറ്റ് ആയിട്ട് ഫൊർഗീവ്നെസ് കൊടുക്കുക. എന്താണ് നമ്മുടെ മനസ്സിൻ്റെ വിഷമം എന്താണെന്ന് മനസ്സിലാക്കി അതിനെ വിട്ട് കളയുക. ഓക്കെ, എന്നാൽ മാത്രമേ യൂണിവേഴ്സൽ എനർജിയുമായിട്ട് നമുക്ക് കണക്റ്റഡ് ആകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ പവർഫുൾ ടെക്നിക്ക് എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ പറയാൻ പോകുന്നത് വളരെ സിമ്പിളാണ്, പക്ഷേ പവർഫുള്ളാണ് ഒരു ടെക്നിക്കാണ്. അതായത് ഈ ഒരു ടെക്നിക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് തുടർച്ചയായിട്ട് ചെയ്താൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് മാറ്റാൻ കഴിയും. ആദ്യം തന്നെ ഡീപ്പ് ബ്രീത്തിങ് ആണ്, ആഴത്തിലുള്ള ശ്വാസം. അതായത് കണ്ണുകൾ അടയ്ക്കുക, എന്നിട്ട് ബ്രീത്ത് ഇൻ, അതായത് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, പുറത്തേക്ക് വിടുക. വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, പുറത്തേക്ക് വിടുക. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ഫൊർഗീവ്നെസ്, അതായത് ഫൊർഗീവ്നെസ് ആണ്. നമ്മളെ വിഷമിപ്പിച്ചവർക്ക് നമ്മൾ മാപ്പ് കൊടുക്കാൻ പോകുന്ന പ്രക്രിയയാണ്. മനസ്സിൽ പറയൂ, എന്നെ വേദനിപ്പിച്ച എല്ലാവരോടും ഞാൻ ക്ഷമിക്കുന്നു. മനസ്സിൽ ഇങ്ങനെ പറയുക,
എന്നെ വേദനിപ്പിച്ച എല്ലാവരോടും ഞാൻ ക്ഷമിക്കുന്നു. എന്നോട് തന്നെ ഞാൻ ക്ഷമിക്കുന്നു. നമ്മളോട് തന്നെ നമ്മൾ ക്ഷമിക്കുന്നതായിട്ട് പറയുക. എന്നെ വേദനിപ്പിച്ച എല്ലാവരോടും ഞാൻ ക്ഷമിക്കുന്നു, എന്നോട് തന്നെ ഞാൻ ക്ഷമിക്കുന്നു എന്നിങ്ങനെ പറയുക. ഇനിയും സ്റ്റെപ്പ് 3 പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് ടു ആൻസ്റ്റേഴ്സ് ആണ്. നമ്മുടെ പൂർവികരെ ഓർക്കുക, അവർക്ക് നന്ദി പറയുക. നമ്മുടെ പൂർവികരെ ഓർത്തിട്ട്, നമ്മുടെ മരിച്ചു പോയ നമ്മുടെ പൂർവികരെ എല്ലാം ഓർത്തിട്ട് അവർക്ക് നന്ദി പറയുക. ഇനി അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് സ്റ്റെപ്പ് 4 ആണ്, അഫർമേഷൻ. 21 പ്രാവശ്യം അഫർമേഷൻ പറയുക. എന്താണ് അഫർമേഷൻ? എൻ്റെ പൂർവികരുടെ അനുഗ്രഹം എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്. എൻ്റെ പൂർവികരുടെ അനുഗ്രഹം എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്. എൻ്റെ പൂർവികരുടെ അനുഗ്രഹം എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്. എൻ്റെ ജീവിതത്തിൽ സമൃദ്ധി കൊണ്ട് നിറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്. എൻ്റെ ജീവിതത്തിൽ സമൃദ്ധി കൊണ്ട് നിറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്. അപ്പം എൻ്റെ പൂർവികരുടെ അനുഗ്രഹം എനിക്ക് ലഭിക്കുന്നു, എൻ്റെ ജീവിതത്തിൽ സമൃദ്ധി കൊണ്ട് നിറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്. ഇങ്ങനെ ഒന്നിച്ചും പറയാം, രണ്ടായിട്ടും പറയാം. അപ്പോൾ അഫർമേഷൻസ്: എൻ്റെ പൂർവികരുടെ അനുഗ്രഹം എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു, എൻ്റെ ജീവിതത്തിൽ സമൃദ്ധി ഒഴുകിയെത്തുന്നു. താങ്ക് യു യൂണിവേഴ്സ് എന്നിങ്ങനെ പറയുക. എന്നിട്ട് സ്റ്റെപ്പ് 5 നിങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്യുക. നിങ്ങളുടെ ലൈഫ് ഓൾറെഡി ഹാപ്പിയായി ഇമാജിൻ ചെയ്യുക. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷം ലഭിച്ചു, നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുന്നു, നമ്മുടെ ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങൾ നടക്കുന്നു, നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രോബ്ലംസും മാറി നമുക്ക് സന്തോഷവും സമാധാനവും ലഭിക്കുന്നതെല്ലാം ആയിട്ട് നമ്മൾ മനസ്സിൽ കാണുക, ഇമാജിൻ ചെയ്യുക. ഇനി അടുത്തത് ഒരു സീക്രട്ടാണ്, അത് ഞാൻ റിവീൽ ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ഒരു സീക്രട്ട് ഞാൻ നിങ്ങളോട് പറയാം. ഈ അഫർമേഷൻ പറയുമ്പോൾ നിങ്ങൾ ഹേർട്ട് ഫീൽ ചെയ്താൽ മാത്രം അതിൻ്റെ പവർ ആക്ടിവേറ്റ് ചെയ്യും. വേർഡ്സ് മാത്രം പോരാ, ഇമോഷനാണ് കീ. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു അഫർമേഷൻ പറയാൻ പറഞ്ഞു. ഈ അഫർമേഷൻ പറയുമ്പോൾ നിങ്ങളുടെ ഹാർട്ടിൽ അതൊരു ഫീലിങ്സ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ ആ ഒരു പവർ ആക്ടിവേറ്റ് ചെയ്യുകയുള്ളൂ. എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമാണ്, യൂണിവേഴ്സിന് വേർഡ്സ് മാത്രം പോരാ, ഇമോഷൻസ് ആണ് കീ. നമ്മൾ എന്താണ് ഫീൽ ചെയ്യുന്നത്, നമ്മുടെ ഇമോഷൻസ്, അതാണ് ആ ഒരു മാനിഫെസ്റ്റേഷൻ, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാനുള്ള ഏറ്റവും വലിയൊരു മാർഗം എന്ന് വെച്ചാൽ നമ്മൾ ഇമോഷൻസ് ഉണ്ടാകുക, അത് ഫീലിങ്സ്. നമുക്ക് ആ ഒരു ആഗ്രഹം സാധിക്കുമ്പോഴുണ്ടാകുന്ന ഫീലിംഗ് നമ്മൾ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇന്നത്തെ ഈ ഒരു കറുത്ത വാവ്, ഈ ഒരു പ്രാക്ടീസ് നിങ്ങൾ ട്രൈ ചെയ്യൂ. നിങ്ങളുടെ ലൈഫിൽ ചെറിയ ചെറിയ ചേഞ്ചസ് കാണാൻ തുടങ്ങും. നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യുക, ഡൺ എന്നെഴുതുക. ഞാൻ നിങ്ങൾക്കായി പോസിറ്റീവ് എനർജി അയക്കും. ഇങ്ങനെ എൻ്റെ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുന്നവർക്ക്, ഡൺ എന്ന് കമൻറ്റ് ചെയ്യുന്നവർക്ക് ഞാൻ പ്രത്യേകമായി പോസിറ്റീവ് എനർജി അയക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ഈ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഈ വീഡിയോ ഷെയർ ചെയ്താൽ ആർക്കെങ്കിലുമൊക്കെ ഒരു ഉപകാരമാകും. അപ്പോൾ എല്ലാവരും ഇത് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഒരു കാര്യം നിങ്ങൾ ഓർമ്മിക്കുക, യൂണിവേഴ്സ് എപ്പോഴും നിങ്ങളെ ലിസൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യൂണിവേഴ്സ് ആൾവേസ് ലിസണിങ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയുടെ നമ്മൾ എന്താണ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ലഭിക്കുന്ന ഒരു കാര്യം, ഈ വീഡിയോ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നമ്മുടെ പൂർവികർക്ക് നമ്മൾ നന്ദി പറഞ്ഞാൽ ഈസി ആൻഡ് എഫോർട്ട്ലെസ് ആയിട്ട് നമ്മുടെ മാനിഫെസ്റ്റേഷൻ സാധ്യമാകും. നമ്മുടെ ആഗ്രഹങ്ങൾ, അവരുടെ അനുഗ്രഹം ഏറ്റവും വലുതാണ്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന പോലെയൊക്കെ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഇനി ഇങ്ങനെയുള്ള വീഡിയോസ്, യൂണിവേഴ്സൽ വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർ എൻ്റെ ഹാപ്പിനെസ് ക്ലബിൽ ജോയിൻ ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ക്ലാസ്സുകളെല്ലാം നടക്കുന്നത് ഹാപ്പിനെസ് ക്ലബിലാണ്. അതിനകത്താണ് ഞാൻ സൂം ലിങ്കൊക്കെ ഷെയർ ചെയ്യുന്നത്. അപ്പം ഡീപ്പ് ഹീലിംഗ്, അതുപോലെ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട്, അതുപോലെ ഹാപ്പി ആയിട്ടിരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ഗൈഡഡ് സെക്ഷൻ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ ആ ഒരു ഹാപ്പിനെസ് ക്ലബിൽ ജോയിൻ ചെയ്യുക. ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും.
ഇത് ഇങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും സന്തോഷവും എല്ലാം ലഭിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ പറയുന്ന ഓരോ വീഡിയോസും ഓരോ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കിയാൽ നിങ്ങൾക്ക് ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയി നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും സമ്പത്തും എല്ലാം വന്നു ചേരും. അപ്പം ഈ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് എല്ലാം ആകർഷിച്ചെടുക്കാം. അപ്പം എല്ലാവരും എന്ത് ചെയ്യുക, സന്തോഷത്തോടെ സമാധാനത്തോടെ ശാന്തിയോടെ ഇരിക്കുക. നമ്മുടെ പൂർവികർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഇന്ന് ചെയ്യുക. കീപ് ഗോയിങ്, ട്രസ്റ്റ് ദ യൂണിവേഴ്സ്. താങ്ക് യു യൂണിവേഴ്സ്.